അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. ബാക്കി ഇവിടുന്ന് വാങ്ങും. ചേട്ടന് ആളെ മനസ്സിലായില്ലേ? സുഭാഷ് നല്ല എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. പാർട്ടിയും എല്ലാ പാർട്ടിയിലും വർക്ക് ചെയ്ത ഒരാളാണ്. ആദ്യം കോൺഗ്രസിലായിരുന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റായി, അവസാനം BJP ആയി. നിന്റെ ഈ അസുഖം മാറിക്കിട്ടാത്ത മഹാകഷ്ടം. എനിക്ക് സന്തോഷായി. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാഴ്ചയാണ്. അവസാനം എല്ലാത്തിലും പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് അതിന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് വ്യക്തമാണ്. അച്ഛന്റെ അകന്നൊരു ബന്ധുവാ. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം. വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. ഇപ്പൊ ചരിത്രം തൊലിച്ചോണ്ട് വന്നവരുടെ കവാല അടിച്ചു വളക്കി വിട്ടേ ഉള്ളൂ. തനിക്കും വേണോ? ഇല്ല വിട്ടുപോക്കോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. വേണ്ട, കണ്ടാത്തോണ്ട. ഞാൻ പറയുന്നത് കേൾക്കണം. ഇതാണ് നിന്റെ കുഴപ്പം. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല. 13 കേസുകളിൽ അന്ന് പഞ്ചായത്തിലും വില്ലേജിലും പലവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ്. ഇത്ര വിവരവും വിദ്യാഭ്യാസവും വായത്താളുള്ള സാർ ഇങ്ങനെ ജയിലിലായി. ഈ അഖിലെ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരേ സമയം പല പാർട്ടിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. വട്ട് വേണമല്ലോ സാർ. ഇങ്ങനെ കിട്ടി എന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3ാം മുന്നണി ഉണ്ടാക്കിയാലോ? ഞാൻ തിരിഞ്ഞ പോന്നി ഏറെ കണ്ടുവരുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ തെറ്റ് വരെ